My mother was a very big influence on my life. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കുമ്പിളിയപ്പം എനിക്ക് വളരെ ഇഷ്ടമുള്ളതായിരുന്നു. He was a strong lady with a strong faith in God. പൂക്കളുടെ മുല്ലപ്പൂവിൻ്റെ മണവും ഒക്കെയാണ് അമ്മയുടെ മുറ്റം എന്ന് പറയുമ്പോൾ വളരെ ഗൃഹാതുരതയോടെ മാത്രമേ അതൊക്കെ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. So she still a lot of bright memories to us and inspiration to all of us. സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പ്രതീകമായ ആ സുഹൃതത്തിൻ്റെ പേരാണ് അമ്മ. നമസ്കാരം, ഹാപ്പി മദേഴ്സ് ഡേ. അമ്മയെപ്പറ്റിയുള്ള ഓർമ്മകൾ, ഒരുപാട് ഓർമ്മകളുണ്ട്. അമ്മയുടെ ചെറുപ്പത്തിലുള്ള രൂപം പോലും എൻ്റെ മനസ്സിൽ ശരിക്കും തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കഥ പറയുമായിരുന്നു. രാമായണവും മഹാഭാരതവും ഒക്കെ അമ്മ തന്നെയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ അമ്മ പൂക്കൾ, മുല്ലയും പിച്ചിയും ഒക്കെ മുറ്റത്ത് നട്ടു വളർത്തുമായിരുന്നു. അച്ഛനും അതിൽ നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ അമ്മയുടെ മുറ്റത്തെ മുല്ല എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ സീസണിലും പൂക്കളുടെ മുല്ലപ്പൂവിൻ്റെ മണവും ഒക്കെയാണ് അമ്മയുടെ മുറ്റം എന്ന് പറയുമ്പോൾ വളരെ ഗൃഹാതുരതയോടെ മാത്രമേ അതൊക്കെ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അമ്മ കത്തുകൾ എഴുതുമായിരുന്നു. കഥ എഴുതുന്ന പോലെയാണ് കത്തുകൾ എഴുതുന്നത്. വളരെ നല്ല രീതിയിൽ കത്തുകൾ, ഒരു 85 വയസ്സ് വരെയും കത്തുകൾ അയക്കുമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ അയച്ചിരുന്നു. അപ്പോൾ പിന്നെ അമ്മ താരാട്ട് പാടി ഉറക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും കുഞ്ഞായിരുന്നപ്പോൾ എന്നെയും താരാട്ട് പാടി ഉറക്കുമായിരുന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇളയ കുട്ടികളെ പാടി ഉറക്കിയിരുന്നത് ഈ ഒരു വരിയാണ് ഓർമ്മ. കരയാതെൻ്റോമന കുഞ്ഞേ, എൻ്റെ കരളായി വളർത്താം ഞാൻ നിന്നെ, അങ്ങനെ ഒരു പാട്ട്. പിന്നെ കുറേ കൂടെ കഴിഞ്ഞപ്പോൾ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. എല്ലാവർക്കും മാതൃദിന ആശംസകൾ. നമസ്തേ, ഹാപ്പി മദേഴ്സ് ഡേ. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കുമ്പിളിയപ്പം എനിക്ക് വളരെ ഇഷ്ടമുള്ളതായിരുന്നു. അമ്മ തൈര് കടയുമ്പോൾ ഞാൻ വെണ്ണ എടുത്ത് കഴിക്കാറുണ്ട്. ഹാപ്പി മദേഴ്സ് ഡേ ടു എവരിബഡി. താങ്ക് യു. Hello everyone, this is my mother Janaki Amma. She had 7 children and I am the middle one, fourth one, and she had 3 boys and 4 girls. She was a strong lady with a strong faith in God, and then I brought her here, and then she loved to watch TV and then tell stories to my children, Bhagavad Gita, and then she loves to travel and get on ride, roller coaster, and then Busch Garden, Atlantic City, whatever, all these places she loved traveling and getting on ride. So she enjoyed it, and she died peacefully. Thank you everyone for listening my story. Happy Mother's Day to all.
ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ട് സ്ത്രീകൾ, വൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഈസ് മൈ മദർ, ദി അതർ വൺ ഈസ് മൈ ആൻറ്റ്. ബോത്ത് ഓഫ് ദം ആർ ഗോൺ നൗ. എനിവേ, എൻ്റെ അമ്മയുടെ പേര് കുട്ടിയമ്മ എന്നാണ്. ആൻഡ് the happiest time with my mother I can remember is always, she's a happy person, she's a very happy person always, and she tried to keep a wonderful time during the holidays and any family get together, especially with the children and grandchildren and her in-laws. She had a great time with all her in-laws and all her grandchildren, and that was the happiest time that she had with the family, and she was very, very contented lady for that. Other thing is, my mother was a very optimistic lady, always think positive type of person, and she wanted children to all to be educated as much as she could, and also very brave she was. She's കുറച്ച് ധൈര്യം കൂടുതലുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്കെന്ന് എനിക്ക് തോന്നി ചിലപ്പോൾ. ഒരു ചെറിയ ഉദാഹരണം പറയാം. when I was a child, as about 12 years old, നല്ല മഴയുള്ള ദിവസമായിരുന്നേ. അന്ന് ഞങ്ങൾക്ക് ഒരു നിലത്തൊരു തറയിലൊരു കിണറുണ്ടായിരുന്നു. ആ കിണറിൽ വെള്ളം കുറച്ച് പൊങ്ങുന്നുണ്ടായിരുന്നു. ഐ വാസ് അബൌട്ട് 12 years old at the time. അമ്മ തുണി കഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. തുണി കഴിക്കൊണ്ടിരിക്കലെ ഞാൻ ആലാക്ക് നോക്കി തൊട്ടിയെടുത്ത് വെള്ളം കോരാൻ ശ്രമിച്ചു. തൊട്ടിയുടെ കൂടെ ഞാനും കൂടെ വെള്ളത്തിലങ്ങ് പോയി, കിണറ്റിലങ്ങ് പോയി. ആൻഡ് ഷീ ഹേർഡ് ദ സൗണ്ട്. She was pregnant at the time with my younger sister, and so what she did is she yelled out because she saw some men were out there playing cards in the corner quite far. So she yelled out, she screamed out, and then she wasn't too sure if she heard her. So what she did is she really made a decision she looked at the well. She could get down 2 steps, and she knows that well very well. It was one of the old fashioned well. Anyway, അമ്മ അതിൽ പതുക്കെ ഇറങ്ങിയിട്ട് അവിടെ നിൽക്കുക. അമ്മയ്ക്ക് മനസ്സിലായി, എങ്ങനെ അറിവുണ്ടായിരുന്നു ഒരാൾ വെള്ളത്തിൽ പോയാൽ 3 പ്രാവശ്യം വെള്ളത്തിൽ നിന്ന് പൊങ്ങുവന്ന്. So she calmly waited for me to come out. So she could she grabbed my hair first, and by the time she did all that, the people were, and she held me there, and then the people were all running, and അവർ വന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്തു. അങ്ങനെ രണ്ടുപേരും സേവ് ചെയ്തു. ദാറ്റ്സ് വൺ ഓഫ് ദ ധൈര്യത്തിൻ്റെ കഥയാണത്. ഓക്കെ, ആൻഡ് എല്ലാത്തിനും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അമ്മയ്ക്ക്, ആസ് ഐ സെഡ് ബിഫോർ. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് തിങ് I can do for her was brought her to America into 1997, and she was here only the 4.5 months. അത് കഴിഞ്ഞിട്ട് അമ്മ തിരിച്ചു പോയിട്ട് she was doing good until 99, and she had a quick illness. പെട്ടെന്നൊരു ഹാർട്ടിന് പ്രോബ്ലം ഒക്കെ ഉണ്ടായി, and അതായിരുന്നു അമ്മയുടെ എൻ്റെ. She was 74 at the time, and so she's still a lot of bright memories to us and inspiration to all of us. Thank you very much, and everybody have a wonderful Mother's Day. SNMC കുടുംബത്തിലെ എല്ലാ അമ്മമാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ മാതൃദിനാശംസകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മയെ സ്മരിക്കുവാൻ ഒരു മാതൃദിനത്തിൻ്റെ ആവശ്യമില്ല. കാരണം ചെറുപ്പകാലത്ത് തൊട്ടേ അമ്മയാണ് കാണപ്പെടുന്ന ദൈവം, അമ്മയെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ ഗുരുക്കന്മാരും മുതിർന്നവരും നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അമ്മയാണ് ഈ പാരിടത്തിൽ എന്നും എൻ്റെ ദൈവം, അമ്മയെ മറക്കുമോ ഞാൻ ജീവനുള്ള കാലം. നാം ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്ന ഈ പദ്യശകലം നിങ്ങൾക്ക് ഏവർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. സമാനതകളില്ലാത്ത, വർണ്ണനാതീതമായ, വ്യാഖ്യാനങ്ങളില്ലാത്ത സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പ്രതീകമായ ആ സുഹൃതത്തിൻ്റെ പേരാണ് അമ്മ. മലമയി ശയ്യാജ സംവത്സരെ, അതായത് അല്ലയോ അമ്മേ, വർഷങ്ങളോളം അമ്മ എൻ്റെ മലമാകുന്ന ശയ്യയിൽ കിടന്നിട്ടുണ്ടല്ലോ എന്ന് ശങ്കരാചാര്യർ മാതൃപഞ്ചകത്തിലും, നൊന്തിങ്ങി വെറ്റ് നരി പോലെ കിടന്നു കൂവുന്ന അമ്മ എന്ന് പിണ്ടനന്ദിയിൽ ശ്രീനാരായണ ഗുരുദേവനും വിവരിച്ചിട്ടുണ്ട്. ഇതിൽ പരം ഒരു വ്യാഖ്യാനം അമ്മയ്ക്ക് നൽകേണ്ടതായിട്ടില്ല. ഇനി ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് പറയാം. ഇത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ പേര് ഭാർഗവി.
2015 ജനുവരി 22-ാം തീയതി അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. രാവിലെ 5 മണിക്ക് ഓൺ ചെയ്ത് രാത്രി 10 മണിക്ക് ഓഫ് ചെയ്യുന്ന ഒരു മെഷീനായിരുന്നു എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അതിന് അതിശയോക്തിയില്ല. തൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സൗകര്യങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് ഭർത്താവിനും മക്കൾക്കും വേണ്ടി മാത്രം ജീവിച്ച ഒരു പാവം അമ്മ. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ മോൻ ചെറുതായിരിക്കുന്ന സമയത്ത് അമ്മയുടെ കൂടെ പോയി താമസിക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മ അവനെയും എടുത്തുകൊണ്ട് കൈത തോട്ടത്തിലൂടെ നടക്കുകയാണ്. ആ കൈത നടുന്നത് ഇങ്ങനെ ഓരം വാരിയാണ് നടുന്നത്. ഇടയ്ക്കൂടെ നടന്നു പോകാനുള്ള ഒരു ചെറിയ വഴിയുമുണ്ട്. അമ്മ അങ്ങനെ ആ ഇടുക്കിലൂടെ നടക്കുമ്പോൾ ദൂരെ നിന്നും അടുത്ത വീട്ടിലെ പശുക്കുട്ടി കയറും പൊട്ടിച്ച് ഓടി വരുന്നത് കണ്ടു. നല്ലതായിട്ട് കുത്തുന്ന പശുവാണത്. ഒന്നും നോക്കാതെ അമ്മ അവനെ ആ തൊടുകയിൽ കിടത്തിയിട്ട് അവൻ്റെ മുകളിൽ കമന്ന് കിടന്നു, അവന് യാതൊരു ക്ഷതവും ഏൽക്കാതിരിക്കുവാൻ വേണ്ടി. നമുക്കറിയാം, ഒരാളുടെ പുറത്ത് കമന്ന് കിടക്കുമ്പം അവനെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ശ്വാസം മുട്ടലോ അനുഭവപ്പെടാതെ വളരെ കെയർഫുള്ളായിട്ട് വേണം കിടക്കാൻ. അങ്ങനെ ആ അമ്മ അവനെ സംരക്ഷിച്ചു. ഓടി വന്ന പശുവാകട്ടെ അമ്മയുടെ പുറത്ത് നടുവിന് കുത്തുവാനും തുടങ്ങി. ആരോ വന്ന് പിടിച്ചു മാറ്റുന്നത് വരെ ആ പശു അങ്ങനെ തന്നെ കുത്തിക്കൊണ്ടിരുന്നു. വീണ്ടും ഒരു 3-4 മാസക്കാലം അമ്മ തിരുമ്മലും ചികിത്സയും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടി. അതായിരുന്നു അമ്മ. എൻ്റെ അമ്മ മാത്രമല്ല, എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. അടുത്തതായി എനിക്ക് പറയുവാനുള്ളത് എൻ്റെ പ്രസവിക്കാത്ത എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ. അമ്മ വളരെ സ്നേഹമയിയായിരുന്നു. അമ്മ വലിയൊരു ഭക്തയായിരുന്നു. എന്നോട് വളരെ സ്നേഹമായിരുന്നു. കാരണം ഓഫീസിൽ പോകുമ്പം നല്ലപോലെ ഡ്രസ്സ് ചെയ്യണം, നല്ല സാരി ഉടുക്കണം, അങ്ങനെ വേണം ഒരുങ്ങണം എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ആ അമ്മയും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. അടുത്തതായി എൻ്റെ അച്ചമ്മയാണ്, എന്നെ വളർത്തിയ എൻ്റെ അച്ചമ്മ. അച്ചമ്മയും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. എൻ്റെ 3 അമ്മമാർക്കും എൻ്റെ സ്നേഹത്തിൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. Happy Mother's Day, everybody. Today I'm going to share a little bit about my mother. Ammade peru Saraswati, jenichadu Kannur. My mother belonged to a large family of 10 children, 6 girls and 4 boys. My mother was very good at studies, so my grandfather, being pretty progressive even in the 1940s, sent her to university in Mangalore, St. Agnes College. However, he was not a rich man, so he couldn't pay for her continuing education, and she got married at a very young age of 18. After getting married, she moved to a faraway country in East Africa and adjusted to life over there. She didn't know how to cook in the beginning because she never did that at home, being away in college and having older sisters to do all the other work. But how she was able to learn from her sisters, from her friends over there, and she became a very good cook, and she has taught me how to cook and cook efficiently without spending too much time in the kitchen. She was also very good at stitching, and she stitched all my clothes for myself and my sisters while we were growing up. Her father had taught her that it was not necessary to go to the temple to be close to God. So every evening we would light the lamp, and with my mom we would pray. We would pray in Malayalam. She taught us how to speak Malayalam, and also tried to teach us how to read and write. She also encouraged us to study well and make something out of her life. My mother was a very big influence on my life. She passed away in 2006. I miss her very much. Now I'm just going to end by sharing a few pictures. Thank you.